നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇത്തവണ ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ തകർപ്പൻ ഓഫർ ഓണം സ്വർണ്ണോത്സവം 2024. ആമിയ ഗോൾഡിൽ തുടക്കമായി ഓഗസ്റ്റ് 1 മുതൽ ഒക്ടോബർ 31 വരെ ബമ്പർ സമ്മാനം 100 പവൻ സ്വർണം, ഒന്നാം സമ്മാനം 25 പവൻ, രണ്ടാം സമ്മാനം 10 പവൻ, മൂന്നാം സമ്മാനം 5 പവൻ. കൂടാതെ 1 ഗ്രാം സ്വർണം വീതം 1100 പേർക്ക്, 100 ഗ്രാം വെള്ളി വീതം 100 പേർക്ക്. ഓരോ പർച്ചേസിലും കൂപ്പൺ ചോദിച്ചു വാങ്ങാൻ മറക്കരുതേ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ ഔദ്യോഗിക മണ്ഡലത്തിൽ സംഘപരിവാറിനെ കുടിയിരുത്തുന്നത് അപകടമാണെന്ന് SDPI മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി പറഞ്ഞു. SDPI തിരൂരങ്ങാടി മണ്ഡലം പ്രതിനിധി സഭ കക്കാടിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഒരു MLA പോലുമില്ലാത്ത BJPക്കും RSSനും സ്വീകാര്യത ലഭിക്കുന്നത് ഒന്നാം പിണറായി സർക്കാർ കാലം തൊട്ട് തുടങ്ങിയതാണ്. എനിക്ക് വേണ്ടത് മുസ്ലിം ഡെഡ് ബോഡികളാണ് എന്ന് ആക്രോശിച്ച പാലക്കാട് സിറാജ് നിസയെ കൊലപ്പെടുത്തിയ രാമൻ ശ്രീവാസ്തവയെ ആഭ്യന്തര ഉപദേഷ്ടാവായി നിയമിച്ച അന്നു തുടങ്ങിയതാണ് RSS അജണ്ടകൾ ഇടതുപക്ഷ ഭരണത്തിൽ നടപ്പിലാക്കുന്നത്. BJP നേതൃത്വങ്ങളുമായി ചർച്ച നടത്തിയതിന് EP ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയവർ RSS നേതാക്കളുമായി വിവാദ നായകൻ ADGP ചർച്ച നടത്തിയത് കണ്ടില്ലെന്ന് നടിക്കുന്നത് വൻ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉള്ള നേതൃത്വങ്ങളെയാണ് നമ്മളിവിടെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ വളരെ ആലോചിച്ച് ഗൗരവത്തോടു കൂടി വേണം ഈ പ്രതിനിധി സഭയിലെ ഓരോ ചർച്ചകളും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരിക്കണം പുതിയ നേതൃത്വങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത്. നമ്മുടെ രാജ്യത്ത് വളരെ ഗുരുതരമായ പ്രതിസന്ധി. ഇന്ത്യ രാജ്യത്ത് RSS എന്ന് പറയുന്ന അല്ലെങ്കിൽ സംഘപരിവാര ഭീകരത അതിനെ അർത്ഥവത്തായി ചെറുക്കാൻ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇല്ല എന്നുള്ള പഠനത്തിലെയും അതിന്റെ അടിസ്ഥാനത്തിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടി. SDPI തിരൂരങ്ങാടി മണ്ഡലം സെക്രട്ടറി ഉസ്മാൻ ഹാജി 3 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് ജാഫർ ചമ്മാട് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. പുതിയ മണ്ഡലം ഭാരവാഹികളായി പ്രസിഡന്റായി ഹമീദ് പരപ്പനങ്ങാടിയെയും വൈസ് പ്രസിഡന്റുമാരായി സുലൈമാൻ കുണ്ടൂർ, ജാഫർ ചമ്മാട്, സെക്രട്ടറിയായി റിയാസ് ഗുരിക്കൽ, ജോയിന്റ് സെക്രട്ടറിമാരായി വാസു കരിങ്കല്ലത്താണി, മുനീർ എടരിക്കോട്, ട്രഷററായി ഉസ്മാൻ ഹാജി, കമ്മിറ്റി അംഗങ്ങളായി ഫൈസൽ കൊടിഞ്ഞി, നൌഫൽ പരപ്പനങ്ങാടി, സിദ്ദിഖ് തെക്കേപ്പാട്ട് എന്നിവരെയും തെരഞ്ഞെടുത്തു. ചടങ്ങിൽ വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകരായ മണ്ഡലത്തിലെ വളണ്ടിയർമാരെ ആദരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ബീരാൻകുട്ടി, സൈദലവി ഹാജി, ജില്ലാ സെക്രട്ടറിമാരായ മരിഖാൻ മാസ്റ്റർ, മുസ്തഫ പാമങ്ങാടൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.